ഞാനൊരു മാന്യമായ നമ്മളാരെയും പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനൊന്നും വന്നില്ല. മാന്യമായ ജോലി തന്നെയാണ്, അതിനൊരു നാണക്കേടില്ല. സ്വപ്നം അങ്ങനെയില്ല, നമുക്കൊരു സർക്കാർ ജോലി അതേ ഉള്ളൂ. ഒരു നല്ലൊരു ജോലി പഠിച്ച് PSC പഠിച്ച് നല്ലൊരു ജോലിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ജോലി കിട്ടുക വന്നാൽ നമ്മുടെ ഏതൊരു അനുജന്മാർ ഈ കട നോക്കും. ആ ഒരു രീതിയിലാണ് അവർക്ക് ജോലി കിട്ടുക അടുത്ത ആൾക്കാർ. എനിക്ക് ഇപ്പം ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, അതേപോലെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഡേ എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ച് നമുക്ക് ലൈഫിലെല്ലാം നമുക്ക് സാധിക്കാൻ പറ്റുന്നു. കരുനാഗപ്പള്ളി തഴവയിലുള്ള ഒരു ചായക്കടയിലാണ് നമ്മളുള്ളത്. ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കടയിൽ സ്വപ്നം തേടുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്. കടയുടെ പേരും അതുതന്നെയാണ്. പ്രസിദ്ധമായ നോവൽ ആൽക്കെമിസ്റ്റ് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കടയുടെ പേരുമുള്ളത്. പൗലോ കൊയ്ലോയുടെ പ്രസിദ്ധമായൊരു നോവലാണ് ആൽക്കെമിസ്റ്റ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് സ്വപ്നം കണ്ടാൽ ലോകം മുഴുവനും നമുക്കൊപ്പം നിൽക്കുമെന്ന വിശ്വാസത്തിൽ PSCക്ക് പഠിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഒരു ചായക്കട. ഈ ചായക്കടയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താഗ്രഹിച്ചാലും ഈ ലോകം മുഴുവനും നമ്മൾക്ക് കൂട്ടിവയ്ക്കും. പൗലോ കൊയ്ലോയുടെ വാചകങ്ങളാണിത്. അതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിന് കാരണം. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല എന്നറിയാം. അതിനുവേണ്ടി ഞങ്ങൾ ശരിക്കും ഇതിൻ്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ യൗദയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ 3 വർഷമായിട്ട് ഇവിടെ സൗജന്യമായിട്ട് ഇവിടെ ജോലിക്ക് വേണ്ടി ആശയം എന്ന് വെച്ചാൽ തഴവ ദേശത്ത് ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലിക്കാർ വേണം. അങ്ങനെ രതീഷ് അണ്ണൻ, അഖിലണ്ണൻ, ജിഷ്ണു അണ്ണൻ, രഞ്ജിത്ത് സാറ് എന്നിവർ കുറച്ച് നല്ല മനസ്സുള്ള ചേട്ടന്മാരെ പോലെ ഞങ്ങളെ നോക്കുന്ന ആൾക്കാർ ചേർന്നിട്ട് യൗദയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആർമി, PSC എന്നിവ എക്സാമുകൾക്ക് വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ഏത് പ്രായക്കാർക്കും ക്ലാസ്സുകൾ എടുത്തു തരുന്ന ഒരു സ്ഥാപനമാണിത്. 3 വർഷമായിട്ട് നമുക്കിത് ചെയ്യുന്നെങ്കിലും ഒഫീഷ്യലായിട്ട് ഒരു യൗദയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇന്ന് 1 വർഷം ആയതേ ഉള്ളൂ. അപ്പം ഞാനതിൽ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ കഴിഞ്ഞ 3 മാസം മുന്നേ BTech പാസ് ഔട്ടായിട്ട് ഇപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PSC SSC ഞങ്ങൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പൊതുവെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് പോക്കറ്റ് മണിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് പൊതുവെ പുറത്ത് കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതേപോലെ ഒരാൾ പോകുന്നത് കണ്ടിട്ട് മറ്റേ ആൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും അങ്ങനെ ജോലി മണി എന്നുള്ളൊരു ഇതിലോട്ട് മാറി തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ രഞ്ജിത്ത് സാറ്, രതീഷ് സാറ്, അഖിലണ്ണൻ എല്ലാവരും മുന്നോട്ടൊരു ആശയം വെച്ച് നമ്മൾ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇവർക്കൊരു പോക്കറ്റ് മണിക്കുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ പല ആശയങ്ങളും മുന്നോട്ട് വെച്ചപ്പോഴും പലതും നമ്മൾക്ക് പാർട്ട് ടൈമായിട്ട് കുറച്ച് സമയങ്ങളിൽ മാത്രം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നൊരു സമയത്താണ് ചായ എന്നൊരാശയം. നമ്മൾ പൊതുവേ ചായ എന്ന് പറയുന്നത് 3:30 മുതൽ രാത്രി കാലങ്ങളിൽ ഒരു സമയത്ത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം പൊതുവേ അങ്ങനെ ചായക്കട എന്നൊരു കോൺസെപ്റ്റിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ഉള്ള മുതൽ മുടക്കിൽ നമ്മൾക്ക് 100ഓളം പേരുണ്ട് യൗദയയിൽ. ഇപ്പം ഞങ്ങൾ 4 പേരാണെങ്കിൽ ഞങ്ങൾ നാളെ ജോലി കിട്ടി പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ഞങ്ങൾ ജോലിക്കാരാകും. അപ്പം നമ്മുടെ അനിയന്മാരിത് ഏറ്റെടുക്കും. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്ക് ആവശ്യമുള്ള മണി അല്ല പൈസ നമ്മൾ കളിക്കുന്ന സമയങ്ങൾ എന്ന് വെച്ചാൽ ഒഴിവ് സമയങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു
പൊതുവേ നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ ഒരു വരുമാനമായിട്ട് കൊച്ചു തുക എടുക്കത്തുള്ളൂ. ബാക്കി വരുന്ന പ്രോഫിറ്റോ അല്ലെ എന്താണുള്ളത് അത് മറ്റുള്ള സ്റ്റുഡൻസിന്, ഇപ്പോൾ ആർമിയിൽ ഇപ്പം റിക്രൂട്ട്മെൻറ്റിൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ സ്റ്റുഡൻസിന് നല്ല അധ്യാപകരെ വെച്ച് പഠിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് സാലറി വേണം. അപ്പോൾ ആ സാലറിക്ക് വേണ്ടി നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു തുകയായിരിക്കും കൊടുക്കുന്നത്. അതേപോലെ ഇവരുടെ ഓഫീസുണ്ട് ഇവിടെ, അതൊരു ഫ്ലോറാണ്, ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ഫ്ലോറാണ്. ചായക്കടയ്ക്കൊപ്പം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പൊതുവെ വായിക്കാൻ മടിയുള്ള, എനിക്ക് വായിക്കുന്ന ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന പോലെ രതീഷണ്ണൻ അങ്ങ് ചെന്നിരുന്നപ്പോൾ അവിടെ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് കുട്ടികളിരുന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ കഥകൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പൊതുവെ വായനയോട് ഒരു ഇഷ്ടം തോന്നും. ഒരു ബുക്കിൻ്റെ പകുതി അല്ലെങ്കിൽ 2 പേജ് വായിക്കുമ്പോൾ നമുക്കൊരു അടുത്തത് വായിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങളെ പുസ്തകം വായിക്കാൻ രതീഷണ്ണൻ ഒരുപാട്, അതേപോണൊക്കെ തന്നെ ഈ നാട്ടിലുള്ള എല്ലാ സ്റ്റുഡൻസിനും നല്ല നല്ല പുസ്തകങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു ആശയത്തിലൂടെ നമ്മളിവിടെ ഫ്രീ ആയിട്ട് പുസ്തകം വെക്കുന്നുള്ളൂ. അവർക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വായിച്ചിട്ട് തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കുക. അതിനൊരു പൈസയും ഒന്നുമില്ല. എത്ര തരം ചായ ഇവിടെ ഒരു 15ഓളം ചായകളുണ്ട്. പേരുകൾ നോർമൽ ടീ, ബ്ലാക്ക് ടീ, സ്പെഷ്യൽ സുലൈമാനി, ബിസ്ക്കറ്റ്, ബൂസ്റ്റർ, ഹോർലിക്സ്, കാടമൻ, മസാല, ജിഞ്ചർ, കോഫി, ബ്ലാക്ക് കോഫി, അങ്ങനെ കുറച്ച് ചായകൾ, പിന്നെ ബിസ്ക്കറ്റ് ബൂസ്റ്റർ. നമുക്ക് എല്ലാത്തിനും ശരിക്കും പറഞ്ഞാൽ ടൈം കിട്ടുന്നുണ്ട്, നമ്മളതിനെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയലായിട്ടുള്ള കാര്യം. എനിക്കിപ്പം രാവിലെ 5 മുതൽ 7 വരെ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ആ ടൈമേ പഠിക്കുന്നുള്ളൂ. ബാക്കി ടൈം നമ്മൾ പഠിക്കുകയെന്നും പറഞ്ഞ് വെറുതെ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പം എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, അതേപോലെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഡേ എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പഠിച്ച് നമുക്ക് ലൈഫിലെല്ലാം നമുക്ക് സാധിക്കാൻ പറ്റുന്ന. ഇപ്പം 4 മുതൽ 9 വരെ എനിക്കൊരു ജോലിയുണ്ട്, പക്ഷേ എനിക്ക് രാവിലെ ഈ ബാക്കിയുള്ള ഫുൾ ടൈം എനിക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. അതല്ലെങ്കിൽ എൻ്റെ സ്റ്റഡി ടൈം എന്ന് വെച്ചാൽ വെളുപ്പിനെ 5 മുതൽ ഒരു 10 മണി വരെയാണ്. ആ ടൈം കഴിഞ്ഞാൽ എനിക്ക് ബാക്കി ഫ്രീ ടൈമാണ്. ആ ഫ്രീ ടൈമും കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഈ യൗദയ എന്നുള്ള ടീം മെമ്പേഴ്സ് അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇതിൻ്റെ ഫണ്ട് മുടക്കിയിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഉടമകളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നടത്തിപ്പുകാർ മാത്രമാണ്. ഇപ്പോൾ 4 ചെറുപ്പക്കാരാണ് നടത്തുന്നത്. അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വരികയും അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെയും വരാൻ പോകുന്ന തലമുറയുടെയും ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പുസ്തകങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള പുസ്തകങ്ങൾ PSC കോമ്പറ്റീഷൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള പുസ്തകങ്ങൾ, മറുഭാഗത്തുള്ളത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ലോക സാഹിത്യങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തി. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് പേരെ ലോകത്ത് ഇൻസ്പയർ ചെയ്തൊരു പുസ്തകമാണ് പൗലോകളുടെ ആൽക്കമിസ്റ്റ്. അതാണോ അതിനൊരു, അതുകൊണ്ടാണ് ആ ഒരു പേര് സ്വീകരിക്കുന്നത്? ഓക്കെ, ആൽക്കമിസ്റ്റ് എന്നുള്ള പേര് തീരുമാനിക്കാനുള്ള 2 ഉദ്ദേശമുണ്ട്. ഒന്നാമത്തെ കാര്യം, ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പൗലോ കൊയ്ലോയുടെ പുസ്തകമാണ് ഒന്നാമത്തെ കാരണമെങ്കിൽ, രണ്ടാമത്തെ കാരണം ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന വാക്കിനൊരു അർത്ഥമുണ്ട്, മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വസ്തു. നമ്മൾ സമൂഹ മാറ്റം ഉദ്ദേശിച്ചാണ് അങ്ങനെ ഒരു പേരിട്ടിരുന്നത്. പിന്നെ സ്വപ്നങ്ങൾ വിൽക്കുന്നവൻ്റെ കട, അതായത് ഈ ചെറുപ്പക്കാരെല്ലാം ഒരുപാട് സ്വപ്നം കാണുന്നവരാണ്. അവർക്ക് ഇതിൽ നിന്നും പറന്നുയരാൻ വേണ്ടി ഒരു ചിറക് മാത്രമാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് വായിക്കുന്നവർക്ക് ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. ചായയുടെ കൂടെ അവർക്ക് ഈ കട്ടൻ്റെ കൂടെ നമുക്ക് ഈ പുസ്തകം വായിക്കാവുന്ന രീതിയിലാണ് ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തത്. ആൽക്കമിസ്റ്റ് നമ്മുടെ ചേട്ടന്മാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സ്വപ്നം തേടുന്നതിൻ്റെ കട. അതുപോലെയാണ് ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആവണം എന്നൊരു രീതിയിലാണ് നമ്മൾ ഈ കട തുടങ്ങിയത്. സ്വപ്നം അങ്ങനെ ഇല്ല, നമുക്കൊരു സർക്കാർ ജോലി, അതേ ഉള്ളൂ. ഒരു നല്ലൊരു ജോലി പഠിച്ച് PSC പഠിക്കുന്ന നല്ലൊരു ജോലിയാണ്. എൻ്റെ സ്വപ്നം ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാർ ജോലിയാണ് എൻ്റെ സ്വപ്നം. എനിക്കിപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് ജോലിയോടൊപ്പം തന്നെ എൻ്റെ കൊച്ചു കൊച്ചു ചിലവുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത്.
അത് മാത്രമല്ല ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എൻ്റെ മേഖലയിൽ ഒന്ന് ട്രൈ ചെയ്ത് അതിൽ എനിക്ക് അങ്ങോട്ട് ഒരു തൃപ്തി വരാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു മേഖല തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലെ ഇതുപോലെ സ്വപ്നത്തിന് പിന്നിൽ സഞ്ചരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള യുവത്വങ്ങൾക്ക് എന്തുകൊണ്ട് യോജിച്ചൊരു പേര് തന്നെയാണ് ഈ ആൽക്കമിസ്റ്റിൻ്റെ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് പുസ്തകത്തിനകത്ത് പറയുന്ന അതിൻ്റെ തീമായിട്ടുള്ള സ്വപ്നം തേടുന്നതിൻ്റെ കഥ. ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു പരിശ്രമവും ഈ ഒരു ഹാർഡ് വർക്കൊക്കെ കണ്ടിട്ടായിരിക്കാം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കട ഇങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതും ഇത്രയൊക്കെ എത്തിയത്. സ്വപ്നം തേടുന്നവൻ്റെ കടയിലെ കടുപ്പം കൂടിയ ചായ. എന്തായാലും ഈ ചായക്കടയും ഈ ചെറുപ്പക്കാരുടെയും മാതൃക നാട്ടിൽ മുഴുവനും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ തങ്ങളുടെ പഠനത്തിനൊപ്പം തൊഴിലും നടത്തി ഉപജീവനമാർഗം തേടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് നിങ്ങൾ കണ്ടത്. എല്ലായിടങ്ങളിലും ഇത്തരം സംരംഭങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രാജേഷ് ഷമീർ റിപ്പോർട്ടർ, കൊല്ലം.